ഹായ് ഓൾ, വെൽക്കം ടു ഈസൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഒരു കുഞ്ഞു കൺസെപ്റ്റ് ആണ്. പുതിയൊന്നുമല്ല, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു സാധനം തന്നെയാണ്. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറയും. സോ നിങ്ങൾ എല്ലാവരും മിററിൽ നോക്കാറില്ലേടാ? അപ്പോൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മിററിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് കാണാൻ പറ്റുന്നതെന്ന്? റീസൺ അറിയുന്നവർ കമന്റ് ചെയ്തോ. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, കമന്റ് ചെയ്തോ. യെസ്, ഫസ്റ്റ് കമന്റ് വന്നു അർജിത്ത്. റിഫ്ലക്ഷൻ, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. 8ാം ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് റിഫ്ലക്ഷൻ? പറഞ്ഞോ, ഡെഫിനിഷൻ പറ. ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ: ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഇൻ ടു ദ സെയിം മീഡിയം ആഫ്റ്റർ ഹിറ്റിംഗ് എ സർഫസ്. ഓക്കെ, സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മിറർ. ഓക്കെ, ഈ മിററിലേക്ക് ഇവിടെ നിന്ന് ഒരു ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്തു. ഓക്കെ, മിററിൽ ലൈറ്റ് വന്ന് അടിച്ചു. ഈ മിററിൽ വന്ന് അടിക്കുന്ന ലൈറ്റ് ബൗൺസ് ചെയ്ത് തിരിച്ചു പോകും. ഓക്കെ, ഇതിനാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് വന്ന് മിററിൽ അടിച്ചു, ബൗൺസ് ചെയ്ത് തിരിച്ചുപോയി. ഓക്കെ, ഈ ഫെനോമെനൻ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഈ ലൈനിനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഇൻസിഡന്റ് റേ, അതായത് വരുന്ന ലൈറ്റ്. ഓക്കെ, അതുപോലെ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഈ റേനെ റിഫ്ലക്റ്റഡ് റേ എന്നും പറയും. റിഫ്ലക്റ്റഡ് റേ. സോ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി പറ, എന്തുകൊണ്ടാണ് മിററിൽ നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ പറ്റുന്നത്? ഇത് മിറർ അല്ലേ? നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ലൈറ്റ് മിററിൽ ഹിറ്റ് ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഈ റിഫ്ലക്റ്റഡ് റേ നമ്മുടെ കണ്ണിൽ വരും. ആ റേനെ നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്താണ് ഇമേജ് ഉണ്ടാക്കുന്നത്. എങ്ങനെ? നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ലൈറ്റ് മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ കണ്ണിൽ വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് മിററിൽ നമ്മുടെ എന്ത് കാണാൻ പറ്റുന്നത്? ഇമേജ് കാണാൻ പറ്റുന്നത്. നമുക്കിനി ഈ ചാപ്റ്ററിലെ റിഫ്ലക്ഷനിൽ പഠിക്കാനുള്ളത് 2 ലോസ് ആണ്. 2 ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, 2 ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഫസ്റ്റ് ലോ ഞാൻ പറയാം, സിമ്പിൾ ആണ്. ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ: ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഒക്കെ കേട്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഉണ്ടല്ലോ. ഞാൻ ഒരു ലൈനും കൂടെ വരയ്ക്കുകയാണ്. എവിടെ? ഇതിനെ നോർമൽ എന്ന് പറയും. നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നോർമൽ എന്ന് പറയുന്നത്. സോ അപ്പൊ അങ്ങനെ ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളിലെ ഇൻസിഡന്റ് റേക്കും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഇവൻ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഈ ലൈനെ നോർമൽ എന്ന് ഞാൻ വിളിച്ചു. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്നല്ലേ? ഈ ആംഗിൾ, അതായത് ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ ഐ എന്ന് വിളിക്കുന്നത്. അതുപോലെ നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിലുള്ള ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അഥവാ ആർ എന്ന് വിളിക്കും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ലോ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, വേർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ. അതുപോലെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ. ഓക്കെ, ഫസ്റ്റ് ലോ പഠിച്ചല്ലോ, സിമ്പിൾ. ഡൗട്ട് ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ടിനെ കമന്റ് ഇട്ടോ. ക്ലിയർ ആണെങ്കിൽ തംസ് അപ്പ് ഇട്ടോ കമന്റില്. ഓക്കെ, മുന്നോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ 1-2 പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, പ്രോബ്ലം എന്ന് പറയാനൊന്നുമില്ലടാ, സിമ്പിൾ സാധനങ്ങളാണ്. നമ്മുടെ നോട്ടിൽ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, എഴുതേണ്ട കാര്യമില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, ഫൈൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മുടെ ഫസ്റ്റ് ലോ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നല്ലേ? അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി എന്ന് തന്നാൽ അത് തന്നെയല്ലേ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും? അതാണല്ലോ ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. സോ അത്രേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ടഫാക്കാം. ടഫല്ല, സിംപ്ലിസിറ്റി നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് സർഫസ് ആണ് തന്നിട്ടുള്ളത്. ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അതായത് ഈ ആംഗിൾ ഇൻസിഡന്റ് റേക്കും സർഫസിനും ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാമല്ലോ, ഇത്രയും 90 ഡിഗ്രി അല്ലേ? നോർമലും സർഫസും തമ്മിൽ 90 ഡിഗ്രി. ആൻഡ് ഇത് 60 എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ? ഇതല്ലേ? ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ. അത് എത്രയായിരിക്കും? ഇത്രയും 90. അതിൽ നിന്ന് ഈ 16 എടുത്ത് കളഞ്ഞാൽ പോരെ. അപ്പൊ എന്താ? 90 മൈനസ് 60 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയാണ് നമ്മുടെ എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്.
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിച്ചാൽ അത് തന്നെ ആയിരിക്കില്ല ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. സോ അത് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇൻസിഡന്റ് റേക്കും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ 80 ഡിഗ്രി എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഞാൻ ഈ നോർമൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഈ നോർമൽ ഈ രണ്ട് ലൈനിനിടയിലുള്ള ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് ഇപ്പൊ തന്നിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇൻസിഡന്റ് റേക്കും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത്രയും പോർഷൻ എത്രയായിരിക്കും പറയടാ? ഇത് ഈക്വൽ ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 80/2 ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 80/2 ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? യെസ്. സോ ഇതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വരാനുള്ള പ്രോബ്ലംസ്. ഇതിൽ കൂടുതൽ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നിന്ന് വരത്തില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതിനകത്ത് മിക്കവാറും എല്ലാവരും തെറ്റിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതല്ലേ നമ്മുടെ ഇൻസിഡന്റ് റേ ആൻഡ് ഇത് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ അല്ലേ? ഇതാണ് നോർമൽ. നിങ്ങൾ അവർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാ? ഇതാണോ ഐ? ഇത് അല്ലേ? നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ ആർ എന്ന് പറയുന്നത് ഇതാണ്. ചിലർ ഇവിടെ കൊണ്ടുവന്ന് ഐ മാർക്ക് ചെയ്ത് വെക്കും, തെറ്റാണ്. ഓക്കെ, സോ അത് ഓർത്തിരിക്കാനൊരു സാധനം പറഞ്ഞുതരാം. ചുമ്മാ വെറുതെ ഇത് ഇവിടെ കിടക്കുന്ന ഒരു ലൈനല്ലേ, വെറുതെ കിടക്കുന്ന ഒരു ലൈനും ഇവൻ ഇവിടെ എണീറ്റ് നിൽക്കുന്ന ഒരു ലൈനും. നമ്മുടെ ഇൻസിഡന്റ് റേ, അതായത് ലൈറ്റ് ഇവിടെ നോക്കുമ്പോൾ ഒരുത്തൻ വെറുതെ കിടക്കുന്നു, ഒരുത്തൻ നല്ല സ്മാർട്ടായിട്ട് എണീറ്റ് നിൽക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഈ ലൈറ്റ് എണീറ്റ് നിൽക്കുന്ന ലൈനുമായിട്ട് എപ്പോഴും ആംഗിൾ ഉണ്ടാക്കത്തുള്ളൂ. ഓക്കെ, ചുമ്മാ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി, മറന്നുപോയിരിക്കാം. സോ ലൈറ്റും അല്ലെങ്കിൽ നമ്മുടെ ഇൻസിഡന്റ് റേയും എണീറ്റ് നിൽക്കുന്ന ലൈനും തമ്മിലുള്ള ആംഗിൾ ഐയും റിഫ്ലക്റ്റഡ് റേയും ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ ആറും. ഓക്കെ, ഇനി മറക്കരുത്, ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്ത് തെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ തംസപ്പ് ഇട്ടോളൂ കമന്റില്. ഓക്കെ, സോ ഫസ്റ്റ് ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അതുകൂടെ പറയാം. സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് ലോ ഇത്രേ ഉള്ളടാ. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു വാക്ക് കണ്ടു, പ്ലെയിൻ അല്ലേ? എന്താ പ്ലെയിൻ? പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് ഇതൊരു പേപ്പർ അല്ലേ, ഇതൊരു പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ, ഒരു 2 ഡയമെൻഷണൽ ഏരിയനെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുന്നത്. 2 ഡയമെൻഷണൽ ഏരിയ. എന്താ 2 ഡയമെൻഷണൽ? 2 ഡയമെൻഷൻ ഇത്രേ ഉള്ളൂ, 2 ഡയമെൻഷനെ കാണുള്ളൂ. അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന 2 ഡയമെൻഷൻ. നമുക്കിവിടെ എന്തൊക്കെ മെഷർ ചെയ്യാം? ഈ ലെങ്തും മെഷർ ചെയ്യാം, ബ്രെഡ്ത്തും മെഷർ ചെയ്യാം അല്ലേ? വേറെ എന്തെങ്കിലും മെഷർ ചെയ്യാൻ പറ്റുമോ ഇവിടെ? തിക്നെസ്സോ ഹൈറ്റോ അങ്ങനെ ഒന്നുമില്ല. ലെങ്തും ബ്രെഡ്ത്തും, അതായത് 2 ഡയമെൻഷനേ ഇവിടെ ഉള്ളൂ. അതിനെയാണ് 2 ഡയമെൻഷണൽ എന്ന് പറയുന്നത്. സോ അങ്ങനെ 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഏരിയയാണ് നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ വൈറ്റ് ബോർഡിന്റെ ഈ ഒരു സർഫസ് പ്ലെയിൻ ആണ്, നമ്മുടെ ഗ്രൗണ്ട് ഒരു പ്ലെയിൻ ആണ്. ഓക്കെ, ഇതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ലോ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. അതായത് നമ്മുടെ ഇൻസിഡന്റ് റേ ഇത് ഈ കിടക്കുന്നത് ഈ ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനില്ല അല്ലേ? അപ്പൊ അതേ പ്ലെയിനിൽ തന്നെ ആയിരിക്കണം നോർമലും റിഫ്ലക്റ്റഡ് റേയും കിടക്കേണ്ടത്. സപ്പോസ് ഇതാണ് എന്റെ ഇൻസിഡന്റ് റേ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെന്റെ റിഫ്ലക്റ്റഡ് റേ. ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നു ഒരു പ്ലെയിനിൽ. ഈ റിഫ്ലക്റ്റഡ് റേക്ക് ഇരിച്ച് വേറൊരു പ്ലെയിനിലേക്ക് ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഈ പ്ലെയിനിൽ തന്നെ അതിനും കിടക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ബേസിക്കലി സിമ്പിൾ അല്ലേ? വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റനോ പ്രോബ്ലം ഒന്നും വരാനില്ല. ഇത്ര ഓർത്താൽ മതി. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഓക്കെ, ഇതാണ് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ ആണോടാ? എന്തെങ്കിലും ഡൗട്ടിനെ കമന്റ് ഇട്ടോ? ഓക്കെ അല്ലേ? ഓൾ ഗുഡ്? ഓക്കെ.